നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിന്റെ മാധ്യമവേട്ട തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ക്രൈം നന്ദകുമാർ, മറുനാടൻ ഷാജൻ സ്കറിയ, DNA ന്യൂസ്, സുമേഷ് മാർക്കോ പോളോ തുടങ്ങി പിണറായിയുടെ ലിസ്റ്റിൽ ശത്രുപക്ഷത്ത് ഒരുപാട് പേരുണ്ട്. പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നത് തന്നെയാണ് ഇവരെല്ലാം പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറാനുള്ള കാരണം. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇന്നലെ മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറുനാടൻ ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ തുടങ്ങിയവരെ നിരന്തരം പോലീസ് വേട്ടയാടുന്നത് പതിവാണ്. ഈ വേട്ടയുടെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ കേരളം കണ്ടത്. ഒരു ദിവസമെങ്കിലും ഷാജനെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടലിൽ അവസാനം പൊളിഞ്ഞു വീണത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ പുലർച്ചെ ഷാജന് ജാമ്യം അനുവദിച്ചതോടുകൂടി അവസാനിക്കുകയായിരുന്നു. പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണ് എന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് ഈ അറസ്റ്റ് എന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. ഏതാണ് കേസ് എന്ന് പോലും പറയാതെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ഇപ്പോഴത്തെ DGPയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജന് പിന്നാലെ കൂടിയത്. കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജൻ സ്കറിയയെ കസ്റ്റഡിയിലെടുത്തു. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡി. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുകയായിരുന്നു. കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. എന്നാൽ അഡ്വക്കേറ്റ് ശ്യാം ശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നും കോടതി മുൻപാകെ വാദിച്ചു. ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത്. 2024 ഡിസംബർ 23 മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടൻ വേട്ട തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും വ്യക്തമായി. ഇന്ന് തൃശൂർ പൂരത്തിന്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജനെ അഴിക്കുള്ളിലാക്കുക എന്നതായിരുന്നു പോലീസിന്റെ തന്ത്രം. രാത്രി 8:30 മണിയോടുകൂടി ഷാജൻ സ്കറിയയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, IT നിയമത്തിലെ 120-ാം വകുപ്പ്, കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിക്കൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാദ വ്യവസായി കെൻസ ഷിഹാബിന്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറുനാടന്റെ വാർത്ത. കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസും നിലനിൽക്കുന്നുണ്ട്. വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ FIR ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടായി. കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റിന്ത്യക്കാരെയും കബളിപ്പിച്ചുകൊണ്ട് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു. ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഷിഹാബിന്റെ അടുത്ത അനുയായി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തതും ഷാജനെ അറസ്റ്റ് ചെയ്തതും. മറുനാടനെ പൂട്ടുമെന്ന് വാശി പിടിച്ചിറങ്ങിയവർ ഷാജൻ സ്കറിയയ്ക്കെതിരെ വീണ്ടും വേട്ടയ്ക്കിറങ്ങുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ അഴിക്കുള്ളിലടക്കാനുള്ള നീക്കം ഇക്കുറിയും നീതിപീഠത്തിന് മുന്നിൽ പൊളിയുകയായിരുന്നു. പിണറായി പോലീസിന്റെ അടുത്ത ഇര ക്രൈം നന്ദകുമാറാണ് എന്നതിന്റെ സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു. ക്രൈം നന്ദകുമാറിനെതിരെയും സമാനമായ രീതിയിൽ തന്നെ ഒരു വ്യാജ കേസ് പിണറായി പോലീസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ക്രൈം പുറത്തുവിടുന്നതാണ്. SFI മുൻ സംസ്ഥാന പ്രസിഡന്റും CPI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന സിന്ധു ജോയ് നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്ന് മനസ്സിലാക്കിയ കോടതി നന്ദകുമാറിനെതിരെ നടപടി പാടില്ല എന്ന് വിധിച്ചിരിക്കുകയാണിപ്പോൾ.